നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളെ നമ്മൾ കണ്ടിട്ടില്ലേ? എനിക്ക് ഇതിനിടയിൽ ചെറുതായിട്ടൊരു ചെറിയൊരു മൈൽഡ് അറ്റാക്കൊക്കെ ഉണ്ടായി. അതുപോലെ ഒരു ചെറിയൊരു കിഡ്നി പ്രോബ്ലമൊക്കെ ഉണ്ടായി. വയസ്സായില്ലേ, 60 വയസ്സായി. 15-ാം തീയതി 60 വയസ്സ് കഴിഞ്ഞു. സാരില്ല എങ്കിലും, പക്ഷേ ഞാൻ ഇപ്പോഴും എനർജറ്റിക്കാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സ്നേഹവും കൊണ്ട്, എനിക്കിപ്പോൾ ഭഗവാന്റെ കൃപയും കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ക്ലാസ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം. നമ്മൾ ഇത്രയും നാൾ കുറേ കാര്യങ്ങൾ പറയണ്ടായി. 8 എപ്പിസോഡ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് പലതിനെക്കുറിച്ച് പറയുണ്ടായി. മ്യൂസിക് എന്താണ്, മ്യൂസിക്കിൻ്റെ ഉൽപ്പത്തി എന്താണ്, അതുപോലെ താളങ്ങൾ എന്താണ്, രാഗങ്ങൾ എന്താണ്, ശ്രുതി എന്താണ്, താളം എന്താണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയണ്ടായി. അതിലൊരു 10 പ്രാണങ്ങളെക്കുറിച്ച് പറയണ്ടായി. ദശപ്രാണങ്ങളെന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോന്നിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഞാൻ. കാലം, മാർഗം, ക്രിയ, അംഗം. ഇനി പറയേണ്ടത് അംഗം എന്നുള്ള ഇതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പം അംഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് താളം എന്ന് ഞാൻ പറയാം. എന്താണ് താളം? 2 കൈകളെ കൊണ്ടും താളദശപ്രാണനെ ആധാരമാക്കി സംയോഗമായും വിയോഗമായും തട്ടുന്നതിന് താളം എന്ന് പറയുന്നു. 2 കൈകളെ കൊണ്ടും പ്രാണനെ ആധാരമാക്കി. എന്താണ് താളദശപ്രാണൻ? ഈ നമ്മളെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ കുറേ സംഗതികൾ കൂടിയാലാണ് നമ്മുടെ ലൈഫ് പൂർത്തീകരിക്കുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ചായ ഉണ്ടാക്കണം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ കൂടി ചേർന്നാലും ഒരു ചായ ഉണ്ടാവുക. ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ചായ ഉണ്ടായി കഴിയുമ്പോൾ വെരി ഗുഡ്, നല്ല രസമുണ്ട് അല്ലേ കുടിക്കാൻ. അതേ കണ്ടീഷനിൽ ഈ 10 പ്രാണങ്ങൾ കൂടി ചേർന്നാൽ ലൈഫ്സ് ഇത് കൂടി ചേർന്നാൽ മാത്രമേ താളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനാണ് ദശപ്രാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 കൈകളെ കൊണ്ടും ദശപ്രാണനെ ആധാരമാക്കി എന്ന് പറഞ്ഞാൽ അതിനെ ക്രോഡീകരിച്ച്, അതായത് അതിനെ ആ ബേസിനെ ആധാരമാക്കി സംയോഗം കൂട്ടിച്ചേർന്നു. സംയോഗം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേരുക. യോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിയോഗമായും തട്ടുന്നതിന് താളം എന്ന് പറയുന്നു. അല്ലെങ്കിൽ വേറെ വിധത്തിലും പറയാം. ശബ്ദമായും നിശബ്ദമായും കാലത്തെ അളക്കുന്ന ക്രിയയ്ക്ക് താളം എന്ന് പറയുന്നു. സശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദത്തോടു കൂടി. നിശബ്ദം എന്ന് പറഞ്ഞാൽ അറിയാലോ, നിശബ്ദം, ഇല്ലാതെയും കാലത്തെ അളക്കുന്ന ക്രിയയ്ക്ക് താളം എന്ന് പറയുന്നു. കാലത്തെ അളക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സമയമാണ്, നമ്മുടെ സമയം അല്ലേ? ആ സമയത്തിനെ അളക്കുന്ന ക്രിയയ്ക്കാണ് താളം എന്ന് പറയുന്നത്. അത് പല വിധത്തിൽ അളക്കാം നമുക്ക്. ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പല വിധത്തിലുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങനെ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ആധികാരികമായിട്ട് തുടങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ ഈ പറഞ്ഞിരുന്നത് കേട്ടോ. അതുപോലെ രാഗം എന്താണ്? രാഗം എന്താണ്? മ്യൂസിക്കിൽ രാഗം അതെന്താണ്? ശ്രുതി. ഇനി ഇപ്പം താളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ശ്രുതി എന്താണെന്ന് വെച്ചാൽ 2 ഫ്രീക്വൻസി, അതായത് ഒരേ ഫ്രീക്വൻസി ഉള്ള 2 സ്വരങ്ങൾ. ഇപ്പോൾ ഓർഗണോ അല്ലെങ്കിൽ ഹാർമോണിയമോ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ടോൺ നമ്മൾ കേൾക്കുക. ഈ കേൾവിജ്ഞാനം കൊണ്ട് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ പാട്ടോ അതുമായിട്ട് ചേർത്ത് പാടുക. അതായത് when 2 sounds frequency will come equal. എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമുക്ക് പറയാം 2 സ്വരങ്ങളുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ എപ്പോൾ ഒന്ന് ചേരുന്നുവോ, ഒരേപോലെ ആകുന്നുവോ,
ആ ചേരുന്ന അവസ്ഥയ്ക്കാണ് ശ്രുതി ചേരുക എന്ന് പറയുന്നത്, ശ്രുതി. അപ്പോൾ സംഗീതത്തിൽ പറയും ശ്രുതി മാതാ ലയപിത എന്ന് പറയും. അപ്പോൾ എന്താണ് ശ്രുതി? അമ്മയുടെ സ്ഥാനമാണ് ശ്രുതിക്ക് മ്യൂസിക്കിൽ കേട്ടോ, അമ്മയുടെ സ്ഥാനം. ലയപിത അച്ഛൻ്റെ സ്ഥാനമാണ് ലയത്തിന്, താളത്തിന്. അപ്പോൾ താളം പിതാവും ശ്രുതി അമ്മയുമാണ്. അവർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ മാത്രമാണ് മ്യൂസിക് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഇനിയും തുടരാം. പണ്ടത്തെ ഞാൻ പറഞ്ഞില്ലേ 10 ദശപ്രാണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഞാൻ, അതൊക്കെ ഒന്ന് കേട്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു, ടേക്ക് കെയർ.